Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡെസ്കാർട്ട്സ് മെത്തേഡ് ആണ്. This method of solving a biquadratic equation consists in removing the term in x cube and then expressing the new equation as a product of two quadrices. അതായത് നമുക്ക് ഡെസ്കാർട്ടിന്റെ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ബൈക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് എക്സ് ക്യൂബിന്റെ ടേം ഉണ്ടോ എന്ന് നോക്കണം. എക്സ് ക്യൂബിന്റെ ടേം ഉണ്ടെങ്കിൽ നമ്മൾ ആ എക്സ് ക്യൂബിന്റെ ടേമിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സ്പ്രസിനെ നമ്മൾ പുതിയ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്ത് വേണം സോൾവ് ചെയ്യാനായിട്ട്. ഇതാണ് ഡെസ്കാർട്ട് മെത്തേഡ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഡെസ്കാർട്ട് മെത്തേഡ് ആണെങ്കിൽ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർത്ത് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് ഡെസ്കാർട്ട് മെത്തേഡ്. ഡെസ്കാർട്ട് മെത്തേഡിന്റെ സൊല്യൂഷൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആ ഇക്വേഷനകത്ത് എക്സ് ക്യൂബിന്റെ ടേം ഉണ്ടോ എന്ന് നോക്കുക. എക്സ് ക്യൂബിന്റെ ടേം ഉണ്ടെങ്കിൽ ആ എക്സ് ക്യൂബിന്റെ ടേമിനെ നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന പുതിയ ഇക്വേഷനെ നമ്മൾ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. Solve the equation x raised to 4 minus 8x squared minus 24x plus 7 equal to 0 by Descartes method. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ഡെസ്കാർട്ട് മെത്തേഡ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യണം. അപ്പൊ നോക്കിയാട്ടെ, ഇതിനകത്ത് നമുക്ക് എക്സ് ക്യൂബിന്റെ ടൈം ഇല്ല. ഓക്കെ, അപ്പൊ എക്സ് ക്യൂബിന്റെ ടൈം ഇല്ല, ഇതിനകത്ത് എക്സ് ക്യൂബിന്റെ ടൈം ഓൾറെഡി ആബ്സെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഗിവൺ ഇക്വേഷനെ എന്ത് ചെയ്യുന്നു, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ ഗിവൺ ഇക്വേഷനെ നമ്മൾ എക്സ് സ്ക്വയർഡ് പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഇൻറ്റു എക്സ് സ്ക്വയർഡ് മൈനസ് പി എക്സ് പ്ലസ് ക്യൂ ഡാഷ് എന്ന് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഗിവൺ ഇക്വേഷനെ എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർഡ് ഇൻറ്റു എക്സ് സ്ക്വയർഡ് എക്സ് റൈസ് ടു 4 വരുന്നു. എക്സ് സ്ക്വയർഡ് ഇൻറ്റു മൈനസ് പി എക്സ് ക്യൂബ് വരുന്നു. എക്സ് സ്ക്വയർഡ് ഇൻറ്റു ക്യൂ ഡാഷ് എക്സ് സ്ക്വയർഡ് വരുന്നു. പി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർഡ് പി എക്സ് ക്യൂബ്, പി എക്സ് ഇൻറ്റു മൈനസ് പി സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ്, പി എക്സ് ഇൻറ്റു ക്യൂ ഡാഷ് എക്സ് പ്ലസ് ക്യൂ എക്സ് സ്ക്വയർഡ്, അടുത്തത് മൈനസ് പി ക്യൂ എക്സ് പ്ലസ് ക്യൂ ഡാഷ് എന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് സൈഡിനും ഒരേപോലെ പവർ ഉള്ള ടേംസിനെ ഇക്വേറ്റ് ചെയ്യണം. ഒരേപോലെ പവർ വരുന്ന ടേം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ടേമിനെ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ അപ്പൊ ഇനി നോക്കിയേ, ഈ ഇക്വേഷനത് ഇതാ ഇവിടെ ഒരു മൈനസ് പി എക്സ് ക്യൂബ് ഉണ്ട്, ഒരു പ്ലസ് പി എക്സ് ക്യൂബ് ഉണ്ട്, അതങ്ങ് ക്യാൻസൽ ആയിപ്പോ. പിന്നെ എക്സ് സ്ക്വയർഡ് വരുന്ന ടൈം രണ്ട് സൈഡിലുണ്ട്. ഇവിടെ മൈനസ് 8 എക്സ് സ്ക്വയർഡ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർഡ് വരുന്ന ടൈം ക്യൂ ഡാഷ് എക്സ് സ്ക്വയർഡ് ഉണ്ട്, മൈനസ് പി സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ് ഉണ്ട്, പ്ലസ് ക്യൂ എക്സ് സ്ക്വയർഡ് ഉണ്ട്. അപ്പൊ രണ്ട് സൈഡിലും എക്സ് സ്ക്വയർഡ് വരുന്ന ടേംസിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 8 ഈക്വൽ ടു ക്യൂ ഡാഷ് മൈനസ് പി സ്ക്വയർഡ് പ്ലസ് ക്യൂ എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അപ്പം അതിനെ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം, ക്യൂ ഡാഷ് പ്ലസ് ക്യൂ ഈക്വൽ ടു പി സ്ക്വയർഡ് മൈനസ് 8 എന്ന് എഴുതി. ആദ്യത്തെ സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർഡിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. എക്സിന്റെ കോയിഫിഷ്യന്റ് ലെഫ്റ്റ് സൈഡിൽ മൈനസ് 24 ആണ് വരുന്നത്. എക്സ് സ്ക്വയർഡിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് മൈനസ് 24, റൈറ്റ് സൈഡിൽ എക്സിന്റെ കോയിഫിഷ്യൻസ് ആരൊക്കെയാ, പി ക്യൂ ഡാഷ് എക്സും ഉണ്ട്, മൈനസ് പി ക്യൂ എക്സും ഉണ്ട്. അപ്പം എന്ത് വരാം, പി ക്യൂ ഡാഷ് മൈനസ് പി ക്യൂ എന്ന് എഴുതി. അവിടെ നിന്ന് നമ്മൾ ഒരു മൈനസ് പി കോമൺ എടുത്തു. മൈനസ് പി കോമൺ എടുത്താൽ ഇവിടെ ബ്രാക്കറ്റിൽ ക്യൂ വരും, മൈനസ് പി ആണ് കോമൺ എടുക്കുന്നത്, അപ്പൊ ഈ ബ്രാക്കറ്റിൽ മൈനസ് ക്യൂ ഡാഷും വരും. അപ്പൊ മൈനസ് പി ഇൻറ്റു ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് 24 എന്ന് അടുത്ത ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പൊ ആദ്യം എന്താണ്, ഗിവൺ ഇക്വേഷനകത്ത് എക്സ് ക്യൂബ് ഇല്ല എന്ന് കണ്ടു. അതിനെ നമ്മൾ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എക്സ് സ്ക്വയർഡിന്റെ കോയിഫിഷ്യൻസ് രണ്ട് സൈഡിൽ നിന്ന് ഇക്വേറ്റ് ചെയ്തു, ഈ ഒരു ഇക്വേഷൻ കിട്ടി. എക്സിന്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തു, ഈ ഒരു ഇക്വേഷനും കിട്ടി. ഇനി കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്താൽ ഇവിടെ 7ഉം ഇവിടെ ക്യൂ ഡാഷും ആണ്. അപ്പൊ അടുത്ത ഇക്വേഷൻ നമുക്ക് എന്ത്, അടുത്ത ഇക്വേഷൻ 7 ഈക്വൽ ടു ക്യൂ ഡാഷ് എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പം അതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ പിയുടെയും ക്യൂവിന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, ക്യൂ ഡാഷ് പ്ലസ് ക്യൂ ഈക്വൽ ടു പി സ്ക്വയർഡ് മൈനസ് 8 ആണ് അല്ലെ. അതേപോലെ ക്യൂ മൈനസ് ക്യൂ ഡാഷോ, ഇവിടെ നിന്ന് നമുക്ക് അതേപോലെ അടുത്തൊരു ഇക്വേഷൻ എഴുതാം, ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഈക്വൽ ടു രണ്ട് സൈഡിലും മൈനസ് അങ്ങ് ക്യാൻസൽ ആയപ്പോൾ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 24/p എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ആ രണ്ട് എക്സ്പ്രഷൻ എഴുതി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു ഐഡന്റിറ്റി ആണ്
a minus b the whole squared equal to a plus b the whole squared minus 4ab എന്ന് പറയുന്ന ഐഡന്റിറ്റി അറിയാം. ആ ഐഡന്റിറ്റി അനുസരിച്ച് നമുക്ക് q minus q dash the whole squared അതിനെ എങ്ങനെ എഴുതാം? എയുടെ സ്ഥാനത്ത് ക്യൂവും ബിയുടെ സ്ഥാനത്ത് q ഡാഷും ആണ്. അപ്പൊ q minus q dash the whole squared equal to a plus b the whole squared പോലെ എഴുതുമ്പോൾ q dash plus q the whole squared minus 4 into q dash എന്ന് എഴുതി. ഓക്കെ, q minus q ഡാഷിന്റെ വാല്യൂ 24/p ആണ്. അപ്പൊ 24/p സ്ക്വയർ ഈക്വൽ ടു q ഡാഷ് പ്ലസ് ക്യൂവിന് വരും p സ്ക്വയർഡ് മൈനസ് 8 അതിന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു q ഡാഷിന് വരും 7 കൊടുത്തു. അപ്പൊ 4 into 7 വന്നു. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ p സ്ക്വയർഡ് മൈനസ് 8 ദ ഹോൾ സ്ക്വയർഡ് റൈറ്റ് സൈഡ് കിടപ്പുണ്ട്. അതിന്റെ കൂടെ ഈ ടേമിനെ കൂടെ നമ്മൾ റൈറ്റ് സൈഡ് കൊണ്ടുവന്നു. അതായത് മൈനസ് 24/p ദ ഹോൾ സ്ക്വയർഡ് റൈറ്റ് സൈഡ് കൊണ്ടുവന്നു. അപ്പം അത് റൈറ്റ് സൈഡ് കൊണ്ടുവരുമ്പോൾ ഓൾറെഡി റൈറ്റ് സൈഡ് കിടന്ന മൈനസ് 28 ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്നു. അത് ഈക്വൽ ടു 28 ആയി. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമുക്ക് എന്താണ്, ഇത് 24/p സ്ക്വയർ 576/p സ്ക്വയർഡ് വരുന്നു. ഓക്കെ ആണ്. ഇനി p സ്ക്വയർഡ് മൈനസ് 8 ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ ഇതാ a മൈനസ് b ദ ഹോൾ സ്ക്വയർഡ് പോലെ p റൈസ് ടു 4 മൈനസ് 16p സ്ക്വയർഡ് പ്ലസ് 64 എന്ന് എഴുതി. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർഡ് മൈനസ് 2ab പ്ലസ് b സ്ക്വയർഡ് വരും. മൈനസ് എത്ര വരും? മൈനസ് 576a/p സ്ക്വയർഡ് വരും. ഈക്വൽ ടു എത്ര വരും? ഈക്വൽ ടു 28 വന്നു. ഓക്കെ ആണല്ലോ. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തുനിന്ന് ഈ p സ്ക്വയർഡ് നമുക്ക് ത്രൂ ഔട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ p സ്ക്വയർഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തരും p റൈസ് ടു 4 ഇൻറ്റു p സ്ക്വയർഡ് വരും അല്ലെ, മൈനസ് 16p സ്ക്വയർഡ് ഇൻറ്റു p സ്ക്വയർഡ് വരും പ്ലസ് 64 ഇൻറ്റു p സ്ക്വയർഡ് വരും മൈനസ് 576 വരും ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എത്ര p സ്ക്വയർഡ് വരും ഈക്വൽ ടു എത്ര വരും? 28 വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ p സ്ക്വയർഡിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ 28p സ്ക്വയർഡോ ഇത് a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n റിസൾട്ട് പോലെ നമുക്ക് മാറ്റി എഴുതാം. a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n എന്താണ്? a റൈസ് ടു m പ്ലസ് n. അപ്പൊ ഇത് p റൈസ് ടു 6 ആവും. ഇത് മൈനസ് 16p റൈസ് ടു 4 ആവും. ഇത് 64p സ്ക്വയർഡ് മൈനസ് 576 ഈക്വൽ ടു 28p സ്ക്വയർഡ് ഇതാ വന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 28p സ്ക്വയർഡിനെയും കൂടി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് മൈനസ് 28p സ്ക്വയർഡ് ഈക്വൽ ടു 0 എന്നെഴുതി. അപ്പൊ p റൈസ് ടു 6 മൈനസ് 16p റൈസ് ടു 4 64p സ്ക്വയർഡിൽ നിന്നും 28p സ്ക്വയർഡ് കുറച്ചാൽ 36p സ്ക്വയർഡ് മൈനസ് 576 ഈക്വൽ ടു 0 എന്നെഴുതാം. p റൈസ് ടു 6നെ നമ്മൾ p സ്ക്വയർഡിന്റെ ക്യൂബ് എന്ന് എഴുതി. p റൈസ് ടു 4നെ p സ്ക്വയർഡിന്റെ സ്ക്വയർ എന്ന് എഴുതി. മൈനസ് പ്ലസ് 36p സ്ക്വയർഡ് മൈനസ് 576 ഈക്വൽ ടു 0 വന്നു. അവിടെ p സ്ക്വയർഡിന് വരെ നമുക്ക് t ഇട്ട് കൊടുക്കാം. അപ്പൊ t ക്യൂബ് മൈനസ് 16t സ്ക്വയർഡ് പ്ലസ് 36t മൈനസ് 576 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വരെ എത്തി. ഓക്കെ ആണല്ലോ. ഇനി ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. തേർഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ട്രയൽ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ട്രയൽ മെത്തേഡ് അപ്ലൈ ചെയ്തേ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വേറൊരു ഈസിയസ്റ്റ് മെത്തേഡ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ട്രയൽ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് t is equal to എത്ര കിട്ടുന്നു? 16 കിട്ടുന്നു. ടിയുടെ വാല്യൂ 16 ആണ് ട്രയൽ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ടിയുടെ വാല്യൂ 16 ആകുമ്പോൾ ഇവിടെ LHS ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് LHS ഈക്വൽ ടു നമുക്ക് ടി ക്യൂബ് എടുക്കുമ്പോൾ 16ന്റെ ക്യൂബ് മൈനസ് 16 ഇൻറ്റു എന്താണ് 16 സ്ക്വയർ അല്ലെ, 16 ക്യൂബ് മൈനസ് 16 ഇൻറ്റു 16 സ്ക്വയർ പ്ലസ് 36 ഇൻറ്റു 16 മൈനസ് 576. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0 വരും. അപ്പൊ ടി ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 16 കിട്ടി. അത്രയൊക്കെ ആണല്ലോ. അപ്പൊ ടി 16 കിട്ടിയാൽ ആരെയാണ് നമ്മൾ ടി എന്ന് വിളിച്ചേക്കുന്നത്? പി സ്ക്വയർഡിനെ അല്ലേ ടി എന്ന് വിളിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പി സ്ക്വയർഡ് ഈക്വൽ ടു 16 കിട്ടി. പി സ്ക്വയർഡ് 16 ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. അപ്പൊ നമ്മൾ പി കണ്ടുപിടിച്ചു. ഓക്കെ, പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരുടെ വില കണ്ടുപിടിക്കാൻ പറ്റും? ക്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ പി ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ക്യൂ പ്ലസ് ക്യൂ ഡാഷ് ഈക്വൽ ടു പി സ്ക്വയർഡ് മൈനസ് 8 ആണ്. പി 4 ആകുമ്പോൾ പി സ്ക്വയർഡ് 16 മൈനസ് 8 ഈക്വൽ ടു 8 കിട്ടി. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ക്യൂ പ്ലസ് ക്യൂ ഡാഷ് ഈക്വൽ ടു 8 വന്നു.
അതേപോലെ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഈക്വൽ ടു 24/p ആണ്. പിക്ക് 4 കൊടുത്താൽ 24/4 6 വരും. അപ്പൊ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ഈക്വൽ ടു 6 വന്നു. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ. ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ക്യൂ പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഡാഷ് വരും. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ 8 + 6 14 വരും. അപ്പൊ ക്യൂ ഡാഷും മൈനസ് ക്യൂ ഡാഷും ക്യാൻസൽ ആയിട്ട് ക്യൂ പ്ലസ് ക്യൂ 2q വരും. 2q = 14. അതിൽ നിന്ന് q = 7 കിട്ടി. അതേപോലെ ഈ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ ക്യൂ പ്ലസ് ക്യൂ ഡാഷ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഡാഷ് വരും. ഓക്കെ ആണോ? മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഡാഷ് വരും. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് സൈഡ് മൈനസ് 8a - 6 വരും. ആര് ക്യാൻസൽ ആയിപ്പോ? ക്യൂവും മൈനസ് ക്യൂവും ക്യാൻസൽ ആയിട്ട് 2q ഡാഷ് ഈക്വൽ ടു 2 വരും. അതിന് q ഡാഷ് ഈക്വൽ ടു 1 കിട്ടി. അപ്പൊ നമുക്ക് p യുടെ വാല്യൂ എത്ര കിട്ടി? p = 4 കിട്ടി. q = 7 കിട്ടി. q ഡാഷ് ഈക്വൽ ടു 1 കിട്ടി. ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എവിടെ കൊടുക്കണം? ദാ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് വരും? ഇക്വേഷൻ നമ്പർ 1ന്റെ ലെഫ്റ്റ് സൈഡിനെ മാറ്റുകയില്ല. റൈറ്റ് സൈഡ് x² + 4xa + 7 ഇൻറ്റു x² - 4xa + 1 എന്ന് വന്നു. ഓക്കെ ആണോ? ആ വാല്യൂ കൊടുക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. അതേ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് എന്താണെന്ന് പറയാം? ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അപ്പൊ x² + 4x + 7 = 0 എടുത്തു. x² - 4x + 1 = 0 എടുത്തു. രണ്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? -b ± √b² - 4ac / 2a എന്ന് പറഞ്ഞ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ എയുടെ പ്ലേസിൽ 1 ആണ് കൊടുക്കേണ്ടത്. ബിയുടെ പ്ലേസിൽ 4ഉം സിയുടെ പ്ലേസിൽ 7ഉം കൊടുക്കുന്നു. അപ്പൊ -b എത്ര വരും? -4 ± √b². 4ന്റെ സ്ക്വയർ 16 - 4ac 4 × 1 × 7 -28 വരും. 16 - 28 -12 വരും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -4 ± റൂട്ടിനകത്ത് മൈനസ് വന്നാൽ i² വരുന്നു. ഇൻറ്റു 12നെ നമുക്ക് 4 × 3 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. 4 റൂട്ടിന്റെ വെളി വരുമ്പോൾ 2 ആകുന്നു. i² റൂട്ടിന്റെ വെളി വരുമ്പോൾ i ആകുന്നു. അപ്പൊ -4 ± i × 2 √3/2. മൊത്തത്തിൽ ഒരു 2 ക്യാൻസൽ ആക്കുമ്പോൾ -2 ± i √3 എന്ന് എക്സിന്റെ 2 വില കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ നമ്മൾ ഇതേ രീതിയിൽ ക്വാഡ്രാറ്റിക് മെത്തേഡിൽ സോൾവ് ചെയ്തപ്പോൾ 2 ± √3 കിട്ടി. അങ്ങനെ എക്സിന് മൊത്തത്തിൽ 4 റൂട്ട് കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ബൈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ x³ ടേമിനെ റിമൂവ് ചെയ്തിട്ട് ഡെസ്കാർട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന ടോപ്പിക്കാണ് പഠിച്ചത്. ഈ ക്വസ്റ്റിനകത്ത് ഓൾറെഡി x³ ആബ്സെന്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗിവൺ ഇക്വേഷനെ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. അതിൽ നിന്ന് പിയും ക്യൂവും ക്യൂ ഡാഷും കണ്ടുപിടിച്ചു. ആ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ? ഇനി എന്താ അടുത്ത ഒരു ക്വസ്റ്റിനും കൂടെ, സോൾവ് ദ ഇക്വേഷൻ ബൈ ഡെസ്കാർട്ട് മെത്തേഡ്. അപ്പം ഈ ഇക്വേഷനെ ഡെസ്കാർട്ട് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ആരുടെ ടേം ഉണ്ട്? x³ ടേം ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? x³ ടേമിനെ റിമൂവ് ചെയ്യണം. അപ്പൊ x³ ടേമിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ ഏതുപയോഗിച്ച് ഡിമിനിഷ് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷനെ -a1/n/a0 ഉപയോഗിച്ചിട്ടാണ് ഡിമിനിഷ് ചെയ്യേണ്ടത്. അപ്പം ഇതിനെ നമ്മൾ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം a0 x⁴ + a1 x³ + a2 x². ഇങ്ങനെയല്ലേ സ്റ്റാൻഡേർഡ് ഫോം വരുന്നത്. അപ്പൊ ഇവിടുത്തെ a1ന്റെ സ്ഥാനത്ത് ആരാ? -a1ന്റെ സ്ഥാനത്ത് -6 ആണ്. 4th ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ n 4 ആണ്. a0യുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 6/4 വരും. 6/4 = 3/2 ആണ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ ഈ 3/2 എന്ന് പറയുന്ന ഫാക്ടർ ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്, ആദ്യം നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ 2, 2⁻², 2² 2³ കൊണ്ട് നമ്മൾ എന്തെങ്കിലും സക്സസീവ്ലി നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ രണ്ടാമത്തെ ടേം മുതൽ നമ്മൾ ഇവിടെ 3/2 അല്ലേ കിട്ടിയത്. അപ്പൊ ഡിനോമിനേറ്റർ 2 ആണല്ലോ. ഡിനോമിനേറ്റർ 2 ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷന്റെ രണ്ടാമത്തെ ടേം മുതൽ നമ്മൾ സക്സസീവായിട്ട് 2, 2² 2³ 2⁻4 ഇതുകൊണ്ട് നമ്മൾ സക്സസീവ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ എങ്ങനെ വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁻4 -
ഇതിനെ 2 ഉണ്ടല്ലേ, അപ്പൊ 6 × 2 12x³ വരും. ഓക്കെ ആണല്ലോ. അടുത്തത് 3a എത്ര കൊണ്ടാ 2² കൊണ്ട്, ആദ്യം 2 പിന്നെ 2², അപ്പൊ 2² 4 ആണ്. 4 × 3 12 വരും, അത് 12x² വരും. ഇത് x³ 12x² വരും. അടുത്തതോ ഈ 22 അല്ലേ ഇവിടെ വന്നേക്കുന്നത്, 22x ആണ്. 22xനെ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 2³ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22 × 2 176 വരും. ഓക്കെ ആണോ. അപ്പൊ 176x വരും. ഓക്കെ, -6 × 6നെ എത്ര 2⁴. അപ്പം 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -96 = 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഈ x³ ടൈം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് 3/2 ഉപയോഗിച്ചിട്ടാണ് ഡിമിനിഷ് ചെയ്യേണ്ടത്. അപ്പൊ 3/2 ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗിവൺ ഇക്വേഷന്റെ രണ്ടാമത്തെ ടേം മുതൽ നമ്മൾ സക്സസീവ് ആയിട്ട് 2, 2², 2³ 2⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാ പുതിയ ഇക്വേഷൻ ഇങ്ങനെ കിട്ടുന്നു, x⁴. 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6 × 2 12x³ 3a 2² കൊണ്ട്, അപ്പൊ 2² 4 × 3 12x² ആയി. 22നെ 2³ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പൊ 176x ആയി. -6നെ 2⁴ 16 കൊണ്ട്, അപ്പൊ 96 = 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതാ ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിലാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. നമ്മളെ പുതിയ ഇക്വേഷൻ ആയതുകൊണ്ട് അതിനെ നമ്മൾ വൈയിൽ എഴുതുന്നു. ഓക്കെ, അപ്പൊ വൈയിൽ എഴുതുമ്പോൾ y = എന്തായിരിക്കും, 2x ആണ്. അതായത് ഈ എക്സിലുള്ള ഓരോ ഈ ഒരു ടേമിനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് പുതിയ ഇക്വേഷൻ കിട്ടിയത്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് അവിടെ y = എന്താണെന്ന് എഴുതാം, 2x ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇനിയും ഇവിടുത്തെ ഏത് ടേമിനെയാണ് നമുക്ക് ഡിമിനിഷ് ചെയ്യേണ്ടത്, ദാ ഈ സെക്കൻഡ് ടേം 12y³ ഡിമിനിഷ് ചെയ്യണം, y³ വരുന്ന ടേമിനെ ഡിമിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഏത് ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യുന്നു, -a1/NA0 ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു -a1 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ -12 ഡിവൈഡഡ് ബൈ 4th ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ n4 ആണ്, 4 × 1 വരും, മൈനസും മൈനസും പ്ലസ് ആണ്, 12/4 എത്ര വരും, 3 വരും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഏതോ ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യണം, 3 ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യണം. അപ്പൊ നമ്മൾ സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യുന്നു. സിന്തറ്റിക് ഡിവിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഈ ഇക്വേഷന്റെ ടേംസുകൾ എടുത്തെഴുതുന്നു. ഏതൊക്കെയാണ്, 1 -12y³ -12y³ പ്ലസ് 12y² 176y -96. ഓക്കെ, അപ്പം 3 ഉപയോഗിച്ചിട്ടല്ലേ ഡിമിനിഷ് ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ 3 വരുന്നു, 1നെ താത്തെഴുതി, 1 × 3 3 ആണ്. ഇവിടെ വരുന്നത് ആഡ് ചെയ്യണം, അപ്പൊ -9 വരും. -9 × 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -27. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ -15 വരും. -15 × 3 ഇവിടെ -45 വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ 131 വരും. 131 × 3 393 വരും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 297 വരും. ഇതാണ് നമ്മുടെ ഒരു റിമൈൻഡർ. ഓക്കെ, വീണ്ടും ഇതിനെ നമ്മൾ ഏത് ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യുന്നു, 3 വെച്ച്. 1 താത്തെഴുതി, 1 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, 3 വരും. -9 3 കൂടെ ആഡ് ചെയ്തു, -6 വരും. -6 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, -18 വരും. -15 -18 കൂടെ ആഡ് ചെയ്തു, -33 വരും. -33 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, -99 വരും. 131 -99 കൂടെ ആഡ് ചെയ്യുമ്പോൾ 32 വരും. അടുത്ത റിമൈൻഡർ ആയി. ഇനി വീണ്ടും ഇതിനെ ഏത് വെച്ച് ഡിമിനിഷ് ചെയ്യണം, 3 വെച്ചിട്ട്. ഓക്കെ, അപ്പൊ 1 താത്തെഴുതി, 1 × 3 3, -6 3 ഇവിടെ ആഡ് ചെയ്താൽ -3, -3 × 3 -9. ഇത് ആഡ് ചെയ്താലോ -42 വരും. ഓക്കെ, വീണ്ടും ഏത് ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യാം, 3 ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്യുന്നു. 1നെ താത്തെഴുതി, 1 × 3 3 ആണ്, -3 + 3 0 വരുന്നു. ഓക്കെ, അപ്പം x⁴ 4th ഡിഗ്രി അല്ലേ ഡിമിനിഷ് ചെയ്തേ. അപ്പം ഇത് 1 എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു വേരിയബിൾ എടുക്കാം. z⁴ കോയിഫിഷ്യൻ ആണ് 1. 0 എന്നാൽ z³ കോയിഫിഷ്യൻ. ഈ സക്സസീവ് റിമൈൻഡേഴ്സ് ആണ് ഇനി കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. -42 z² വരും, 32 z വരും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം, z⁴ z³ ടൈം ഇല്ല, -42 z² പ്ലസ് 32 z പ്ലസ് 297 = 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഗിവൺ ഇക്വേഷനെ നമ്മൾ 3 ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്തപ്പോഴല്ലേ ഈ ഇക്വേഷൻ കിട്ടിയേ. അതുകൊണ്ട് z നമുക്ക് എന്താണെന്ന് പറയാം, y-3 ആണെന്ന് പറയാം. ഓക്കെ, ഗിവൺ ഇക്വേഷനെ 3 ഉപയോഗിച്ച് ഡിമിനിഷ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ z എന്തെന്ന് y-3 വന്നു. അപ്പൊ നമുക്ക് ഗിവൺ ഇക്വേഷനത്തിന്
ഇസഡ് ക്യൂബിന്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഡെസ്കാർട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഡെസ്കാർട്ട് മെത്തേഡ് അനുസരിച്ച് ഈ ഇക്വേഷനെ നമ്മൾ ഇനി എന്ത് ചെയ്യണം? രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇതിനെ ആദ്യം ഇസഡ് സ്ക്വയർഡ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ പി ഇസഡ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നെ ക്യൂ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അന്നേരം എന്താ? ഈ മൈനസ് പി ഇസഡ് ക്യൂബും പ്ലസ് പി ഇസഡ് ക്യൂബും ക്യാൻസലായി. രണ്ട് സൈഡിനും ഒരേപോലുള്ള കോയിഫിഷ്യൻസിനെ കമ്പയർ ചെയ്തു. ഇസഡ് സ്ക്വയർഡിന്റെ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ടേം വരും നോക്കട്ടെ. ലെഫ്റ്റ് സൈഡിൽ -42 വരും. റൈറ്റ് സൈഡിൽ ഇസഡ് സ്ക്വയർഡ് മൈനസ് പി സ്ക്വയർഡ് പ്ലസ് ക്യൂ എന്ന് വരും. അല്ല, ഇസഡ് സ്ക്വയറിന്റെ ടൈം അല്ലേ, ക്യൂ ഡാഷ് മൈനസ് പി സ്ക്വയർഡ് പ്ലസ് ക്യൂ എന്ന് വന്നു. ഓക്കെ, ഇതിന് നമുക്ക് എന്തെഴുതാം? ക്യൂ പ്ലസ് ക്യൂ ഡാഷ് ഈക്വൽ ടു പി സ്ക്വയർഡ് -42 എന്ന് എഴുതി. ക്യൂ പ്ലസ് ക്യൂ ഡാഷ് ഇവിടെ നിർത്തിയിട്ട് പി സ്ക്വയർഡിനെ മൈനസ് പി സ്ക്വയർഡിങ് ലെഫ്റ്റിൽ കൊണ്ടുവന്നു. പി സ്ക്വയർഡ് -42 എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കിട്ടി. ഓക്കെ ആണോ? ഇനി അതേപോലെ ഇസഡിന്റെ ടൈം ഈക്വേറ്റ് ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 32 എന്നും റൈറ്റ് സൈഡിൽ ഇസഡിന്റെ ടൈം പി ക്യൂ ഡാഷും ഉണ്ട്. പി ക്യൂ ഡാഷും മൈനസ് പി ക്യൂ എന്നും പി കോമൺ എടുത്തു. ബ്രാക്കറ്റിൽ ക്യൂ ഡാഷ് മൈനസ് ക്യൂ എന്നും ഇതിൽ നിന്ന് ഒരു മൈനസ് പി ഇങ്ങനെ പുറത്തത് ഇതിനെ ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്നിടാം. ഇതിന് ക്യൂ മൈനസ് ക്യൂ ഡാഷിന്റെ വാല്യൂ -32/p എന്നെഴുതി. കോൺസ്റ്റന്റ് ഇക്വേറ്റർ 297 ഈക്വൽ ടു ക്യൂ ക്യൂ ഡാഷ് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഐഡന്റിറ്റി ഉപയോഗിക്കുന്നു. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡിനെ നമുക്ക് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് -4ab എന്ന് കൊടുക്കാം. അതായത് അപ്പൊ ക്യൂ മൈനസ് ക്യൂ ഡാഷിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ക്യൂ മൈനസ് ക്യൂ ഡാഷ് എന്നാൽ എയുടെ സ്ഥാനത്ത് ക്യൂവും ബിയുടെ സ്ഥാനത്ത് ക്യൂ ഡാഷുമാണ്. അപ്പൊ ക്യൂ മൈനസ് ക്യൂ ഡാഷ് ദ ഹോൾ സ്ക്വയർഡ് ഈക്വൽ ടു ക്യൂ പ്ലസ് ക്യൂ ഡാഷിന്റെ സ്ക്വയർ -4 × ക്യൂ ക്യൂ ഡാഷ് വരും. ക്യൂ മൈനസ് ക്യൂ ഡാഷിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? -32/p അതിന്റെ സ്ക്വയർ വരും. പിന്നെ ക്യൂ പ്ലസ് ക്യൂ ഡാഷിന് വരോ പി സ്ക്വയർഡ് -42 അതിന്റെ സ്ക്വയർ -4 × ക്യൂ ക്യൂ ഡാഷിന് വരെ 297 കൊടുത്തു. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 1024/p സ്ക്വയർഡ് വരും. ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് വരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. a സ്ക്വയർഡ് -2ab പ്ലസ് ബി സ്ക്വയർഡ് വരും. 297നെ -4 കൊണ്ട് ഗുണിച്ചപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വന്നു. ഇനി ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എല്ലാ ടൈമിനും പി സ്ക്വയർഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. p⁴ × p സ്ക്വയർഡ് p⁻6 ആയി. ഇവിടെ -84 × p സ്ക്വയർഡ് × p സ്ക്വയർഡ് p⁻4 പ്ലസ് 1764 1764ന് -1188 ഇത് മൈനസ് ചെയ്യുമ്പോൾ 576 ആണ് ഇൻറ്റു പി സ്ക്വയർഡ് വരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 1024 ഇങ്ങനെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. -1024 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇതാ p⁻6നെ പി സ്ക്വയർഡിന്റെ ക്യൂബ് എന്ന് എഴുതി. -84 × p⁻4നെ പി സ്ക്വയർഡിന്റെ സ്ക്വയർ എഴുതി. പ്ലസ് 576 × p സ്ക്വയർഡ് വരും. -1024 ഈക്വൽ ടു 0 കിട്ടി. പി സ്ക്വയർഡിന് വരെ എന്ത് കൊടുത്തു? ടി കൊടുത്തു. അപ്പൊ ടി ക്യൂബ് -84 ടി സ്ക്വയർഡ് പ്ലസ് 576 ടി -1024 ഈക്വൽ ടു 0 കിട്ടി. നമ്മൾ ഇതൊരു 3rd ഡിഗ്രി ഇക്വേഷൻ ആണ്. അതിൽ നിന്ന് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ട്രയൽ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ട്രയൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ടിക്ക് നമ്മൾ 1 -1 ടിക്ക് നമ്മൾ 1 2 3 4 ഈ രീതിയിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ട്രയൽ മെത്തേഡ്. അപ്പൊ ട്രയൽ മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ ടി ഈക്വൽ ടു എത്ര കിട്ടി? 4 കിട്ടി. ട്രയൽ മെത്തേഡ് അപ്ലൈ ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ടി വരുന്നത് എത്ര കൊടുക്കാം? 4 കൊടുക്കാം. LHS ഈക്വൽ ടു ടിക്ക് 4 കൊടുത്താൽ 4 ക്യൂബ് -84 × 4 സ്ക്വയർഡ് പ്ലസ് 576 × 4 -1024. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 വരും. അപ്പൊ ടി ഈക്വൽ ടു 4 എന്ന് കിട്ടി. ടി 4 ആണ്. പി സ്ക്വയർഡിനെയാണ് നമ്മൾ ടി എന്ന് വിളിച്ചത്. അപ്പൊ പി സ്ക്വയർഡ് ഈക്വൽ ടു 4 വരും. പി സ്ക്വയർഡ് 4 ആണ്. അതിൽ നിന്ന് പി ഈക്വൽ ടു എത്ര കിട്ടി? 2 കിട്ടി. ഓക്കെ ആണല്ലോ? p2 കിട്ടിയാൽ പിയുടെ വില നമുക്ക് എവിടെ കൊണ്ട് കൊടുക്കാം? നമ്മളുടെ ക്യൂ പ്ലസ് ക്യൂ ഡാഷും കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യൂ മൈനസ് ക്യൂ ഡാഷും ഉണ്ട്. അവിടെ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ക്യൂ പ്ലസ് ക്യൂ ഡാഷ് ഈക്വൽ ടു -38 വരും. ഇവിടെ പി സ്ക്വയർഡ് 4 കൊടുക്കണം. അതേപോലെ ക്യൂ മൈനസ് ക്യൂ ഡാഷിന്റെ അവിടെ ഇവിടെ പിക്ക് 2 കൊടുത്താൽ -16 വരും. ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. ആദ്യം നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ മൈനസ് ക്യൂ ഡാഷും പ്ലസ് ക്യൂ ഡാഷും അങ്ങ് പോയിട്ട് 2q ഈക്വൽ ടു -54 q ഈക്വൽ ടു -27 കിട്ടുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷനും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആര് പോവും? ഈ ക്യൂവും മൈനസ് ക്യൂ അങ്ങ് പോയിട്ട് ഇവിടെ ക്യൂ ഡാഷ് പ്ലസ് ക്യൂ ഡാഷ്
2q dash equal to -22 വരും. അപ്പോൾ അതിൽ നിന്ന് q dash equal to -11 കിട്ടി. അപ്പോൾ പിയും കിട്ടി, ക്യൂവും q ഡാഷും കിട്ടി. അതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാ ഈ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ ദാ ഇവിടെ കൊടുക്കണം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ഇതിന് നേരത്തെ ഇക്വേഷൻ 1 കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പം ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് z² പ്ലസ് പി നമുക്ക് എത്ര കിട്ടത്? p2 ആണ്. അപ്പം ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഇക്വേഷൻ എങ്ങനെ മാറും? z² പ്ലസ് 2z വരും. ക്യൂവിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടത്? -27 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിലോ z² മൈനസ് പിക്ക് എത്ര കൊടുത്ത? 2 അല്ലേ? -2z q ഡാഷ് നമുക്ക് -11 കിട്ടി. അപ്പം ഇതേ ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അപ്പം z² രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതേ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ആദ്യം z² പ്ലസ് 2z -27 ഈക്വൽ ടു 0 കിട്ടി. അപ്പം ഇതിന് z കാണാൻ നമ്മൾ ക്വാഡ്രാറ്റിക് മെത്തേഡ്, ഏതാ ക്വാഡ്രാറ്റിക് മെത്തേഡ്? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2a ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 1, z² കോഷ്യന്റ് 1 കൊടുത്തു. ബിയുടെ സ്ഥാനത്ത് 2 ആണ് കൊടുക്കേണ്ടത്. സിയുടെ സ്ഥാനത്ത് -24 കൊടുത്തു. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇസഡിന്റെ രണ്ട് വാല്യൂ -1 പ്ലസ് ഓർ മൈനസ് √28. ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ 4ഉം 108 കൂടെ ആകുമ്പോൾ എന്താണ്, അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac/2. അതേ രീതിയിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ z² മൈനസ് 2z -11 ഈക്വൽ ടു 0. അവിടെ എക്ക് വരം 1ഉം ബിക്ക് വരം -2 സിക്ക് വരം -11 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അതും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇസഡിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. പക്ഷേ നമ്മുടെ ഗിവൺ ഇക്വേഷൻ ഇസഡിലാണോ തന്നിരിക്കുന്നത്? അല്ല, നമ്മുടെ ഗിവൺ ഇക്വേഷൻ എക്സിലാണ് തന്നിരിക്കുന്നത്. അപ്പം എക്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് y ഈക്വൽ ടു 2x ആണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ x എത്ര വരും? x ഈക്വൽ ടു 1/2 വരും. നമ്മുടെ ഗിവൺ ഇക്വേഷൻ എക്സിലാണ് തന്നിരിക്കുന്നത്. അപ്പം എക്സിനെ നമ്മൾ ഇവിടെ ഒരു ഡിമിനിഷിങ് ചെയ്തിട്ടുണ്ട്. അപ്പം y is equal to 2x എന്ന് എഴുതി വെച്ചു. അവിടെ നിന്ന് x ഈക്വൽ ടു എത്ര കിട്ടി? 1/2y കിട്ടി. ഇനി ഇവിടെ ഇൻ ടേംസ് ഓഫ് ഇസഡിലുള്ള സൊല്യൂഷൻ അല്ലേ കിട്ടിയത്. അപ്പം ഇവിടെ നിന്ന് y-യുടെ വില എത്ര വരും? y is equal to z plus 3 വരും. അപ്പം y is equal to z plus 3 ആണെങ്കിൽ x equal to 1/2 ഇൻറ്റു വൈക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? z plus 3 കൊടുക്കാം. അതാണ് എക്സിന്റെ വാല്യൂ. ഇതൊക്കെ x equal to 1/2y ആണ്. വൈക്ക് വരെ z plus 3 കൊടുത്തു. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് ഇസഡിന് ഏത് കൊടുക്കാം? ഇസഡിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടില്ല, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പൊ ആദ്യം ഇസഡിന്റെ വാല്യൂ -1 പ്ലസ് ഓർ മൈനസ് √28 കിട്ടി ഇവിടെ. അപ്പൊ അതാ -1 പ്ലസ് ഓർ മൈനസ് √28 പ്ലസ് 3 കിട്ടി. ഇവിടെ 3 - 1 2 ഇട്ട് കൊടുത്തു. അപ്പൊ 2 പ്ലസ് ഓർ മൈനസ് √28 വന്നു. ഇതിനെ നമുക്ക് ഇതാ ഒന്നുകൂടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു 2 പ്ലസ് ഓർ മൈനസ് √28നെ നമുക്ക് 7 ഇൻറ്റു 4 എന്ന് എഴുതാം. 4 റൂട്ടിന്റെ വെളി വരുമ്പോൾ 2 ആവും. അപ്പം 1/2 ഇൻറ്റു 2 പ്ലസ് ഓർ മൈനസ് 2 √7 ആണ്. മൊത്തത്തിൽ 2 ക്യാൻസൽ ആക്കിയാൽ നമുക്ക് എത്ര? 1 പ്ലസ് ഓർ മൈനസ് √7 കിട്ടി. ഇതാണ് എക്സിന്റെ രണ്ട് വാല്യൂ. ഇനി രണ്ട് വാല്യൂ കൂടില്ലേ, അത് കിട്ടാൻ എന്ത് ചെയ്യണം? x ഈക്വൽ ടു 1/2 ഇൻറ്റു z പ്ലസ് 3 ആണ്. ഇവിടെ നമ്മൾ ഇസഡിന് ഏത് കൊടുക്കണം? രണ്ടാമത് കിട്ടിയ ഇസഡിന്റെ വാല്യൂ. രണ്ടാമത് കിട്ടിയ ഇസഡിന്റെ വാല്യൂ ഏതാ? 1 പ്ലസ് ഓർ മൈനസ് 2 √3 കൊടുത്തു. ഓക്കെ, അപ്പം 1 പ്ലസ് ഓർ മൈനസ് 2 √3 പ്ലസ് 3 വരും. ഇത് 3 പ്ലസ് 1 4 ആണ്. മൊത്തത്തിൽ ഒരു 2 ക്യാൻസൽ ആക്കുമ്പോൾ 2 പ്ലസ് ഓർ മൈനസ് √3 കിട്ടി. അപ്പം 2 പ്ലസ് ഓർ മൈനസ് √3 അതിന് മുമ്പേ കിട്ടിയ 1 പ്ലസ് ഓർ മൈനസ് √7 ഇതായിരിക്കും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെസ്കാർട്ട് മെത്തേഡ് പറയുന്നത്. അപ്പൊ ഡെസ്കാർട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ x³ ടേം ഇല്ല ഉണ്ടെങ്കിൽ ആ x³ ടേം ഇതേ രീതിയിൽ ഡിമിനിഷ് ചെയ്തിട്ട് വേണം നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ. രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ചെയ്ത് പഠിച്ചോണേ. ഓക്കെ എങ്കിൽ